ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഏട്ടൻ രാവിലെ വർക്കിന് പോകുന്ന സമയത്ത് എന്നെ വീട്ടിലിറക്കിയിട്ട് ഏട്ടൻ പോയി. അപ്പോൾ ഞങ്ങൾ നാലാളും കൂടിയാണ് പോകുന്നത്. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ചുമയായതിനോട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ടാബ്ലറ്റൊക്കെ വാങ്ങി ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ബസ് കിട്ടി. നേരിട്ട് കാരന്തൂരിലേക്ക് ബസ് കയറാനുള്ളതിനോട് ഞങ്ങൾക്ക് മാറി കയറേണ്ടി വന്നില്ല. പിന്നെ അമ്മ വേറെ സീറ്റിലായിരുന്നു. പിന്നെ ഞങ്ങളടുത്തേക്ക് വന്നിരുന്ന കാശിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്, ഉറക്കാണ്ട് ഇങ്ങനെ പിടിച്ചിരുത്തിയതാണ്. പിന്നെ അവിടെ കാരന്തൂർ എത്തിയ പാടെ തന്നെ അമ്മേൻ്റെ സിസ്റ്ററും കുട്ടികളെയൊക്കെ കണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. പിന്നെ ഈ ചൂട് സമയത്ത് വെയിലത്തൊക്കെ പോയി വരുമ്പോൾ നല്ല തണുത്ത വെള്ളം കിട്ടുമ്പോൾ ഒരു മനസ്സിന് സുഖം തന്നെയാണ്. അത് കുടിക്കുന്ന സമയത്തും നമുക്ക് ദാഹം തീരും ചെയ്യും. കാശിക്കാണെങ്കിൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോയ പാടെ മിൻറ്റ് ലൈമാണ് കിട്ടിയത്. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിൻറ്റ് ലൈം ആയിരുന്നു എന്ന്. എനിക്ക് ഓൾറെഡി മിൻറ്റ് ലൈമിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. പിന്നെ വീട് നല്ല വീടായിരുന്നു കേട്ടോ. കിച്ചണൊക്കെ നല്ല സെറ്റായിരുന്നു. ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ വല്യമ്മമാരാണ്. പിന്നെ എൻ്റെ അമ്മമ്മ ഉണ്ടായിരുന്നു, വേറെയും കുറേ അമ്മമ്മമാരുണ്ടായിരുന്നു, കുറേ കസിൻസ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരുമായിട്ടൊന്ന് മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഷൂ ഇടുന്നതിനേക്കാളും പാടാണ് എവിടെയെങ്കിലും പോകാൻ നേരത്തെ അഴിച്ച് വെച്ചിട്ട് പിന്നെ ഇടാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാനും വാവ്യം സെയിം ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടാളും ഷൂ ആയിരുന്നു ഇട്ടത്. അപ്പം കാശിക്ക് ഭയങ്കര ചൂടുമാണ്, കാശിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ വെള്ളം തപ്പി പോയതാണ്. പിന്നെ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് വെള്ളമൊക്കെ നമുക്ക് കുറേ നേരം തപ്പി നടന്നാലല്ലേ വെള്ളമൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടി. അത് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അനിയത്തി പറഞ്ഞത് ബാഗിലൊരു കുപ്പി വെള്ളം ഉണ്ടെന്ന്. പിന്നെ അതും കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു ഭാഗത്ത് സദ്യ ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി ദം ഇട്ടിട്ടില്ല എന്ന് ഞാൻ കണ്ടിരുന്നു. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോയ സമയത്ത് കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ റൈസ് വാങ്ങി. ഞാൻ വെജിറ്റേറിയനാണ്, ചിക്കനും എഗ്ഗും മീനും ഒന്നും കൂട്ടൂല. അപ്പോൾ ഞാൻ വാങ്ങിയത് കുറച്ച് റൈസും കുറച്ച് സാമ്പാറും കാബേജ് ഉപ്പേരി അവിയൽ. നല്ല കോമ്പിനേഷൻ അല്ലേ. പിന്നെ അനിയത്തി ആണെങ്കിൽ ഫ്രൈ ചെയ്ത് ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ മസാല ഉണ്ടായിരുന്നു. പിന്നെ കാശീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എവിടെ പോവുകയാണെങ്കിലും കാശിക്ക് ഒരു 2 ജോഡി ഡ്രസ്സെങ്കിലും കയ്യിൽ വെക്കും. കാരണം മക്കളല്ലേ, എപ്പോഴാണ് ഓരോന്ന് ഒപ്പിച്ച് വെക്കുക എന്ന് പറയാൻ പറ്റില്ല. ഈ ഡ്രസ്സ് ഫസ്റ്റ് ടൈമാണ് ഇട്ടത്. അമ്മ വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് പിന്നെ കാശി ഏതെങ്കിലും ഒരു ചെറിയ മക്കളെ കണ്ട് ഓൻ ആ വഴിക്ക് പോകും. പിന്നെ നമ്മൾ വയ്യാലെ പോയി എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞെടുപ്പിച്ചതാണ് അനിയത്തിനെ കൊണ്ട്. അനിയത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അവളെ ഞാൻ വിളിക്കുക വാവാന്നാണ്. അപ്പോൾ വാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അനിയത്തിയാണ് എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ കൂടെ കാശി വേറൊരു പണി ഒപ്പിച്ച് അവിടുത്തെ അലമാരയിൽ എല്ലാ ഷെൽഫിൻ്റെയിലും കീ വെച്ചിട്ടുണ്ട്. 2 കീ അവനെന്താക്കി, അവനെടുത്ത് പോക്കറ്റിലിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ വാവയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച സമയത്ത് അവൾ പോയി തപ്പിയപ്പോണ്ട് 2 കീ. പിന്നെ അതെടുത്ത് ഞങ്ങൾ മാറ്റി വെച്ചതാണ്. പിന്നെ കാശി ഇങ്ങനെ അങ്ങോട്ടും ഓടി ഇങ്ങോട്ടും ഓടിയും കാണാത്തവരൊക്കെ കാണുന്നുണ്ട്, അറിയാത്തവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുമുണ്ട്. എവിടെ കീ കണ്ടാലും അവനിപ്പോൾ കീൻ്റെ വയ്യാലെ പോകും. പിന്നെ ഒന്ന് ചീത്ത പറഞ്ഞാൽ നല്ല സ്റ്റെപ്പാണ് ഇപ്പം കണ്ടത്. പിന്നെ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. ഈ പാട്ടാടുന്നതൊക്കെ എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ്. പിന്നെ ആ ബ്രൗൺ ഷർട്ട് എൻ്റെ വേറൊരു മാമനാണ്. പിന്നെ പോയ ബസ് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് റിട്ടേൺ വരുമ്പോഴും കിട്ടി. ബസ്സിൽ വരുന്ന സമയത്തെ കാശി ഉറങ്ങി. അതുകൊണ്ട് സ്റ്റോപ്പെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിപ്പോയി. പിന്നെ ഈവനിങ് ഏട്ടൻ വന്ന സമയത്ത് കക്കോടി ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫെസ്റ്റ് കാണാൻ പോയ സമയത്ത് അവിടെ നാടൻ പാട്ടായിരുന്നു. എനിക്ക് ഈ പാട്ട് കേൾക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്ക് ഡാൻസ് കാണാനാണ്. പിന്നെ അവിടെ ഏന്തൂഞ്ഞാലി തീവണ്ടി എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ആരും കയറുന്നതൊന്നും കണ്ടില്ല. അപ്പോഴും ഞങ്ങൾ പോയ സമയത്തും ഫുള്ളും സെറ്റായിട്ടില്ല എല്ലാ കാര്യങ്ങളും. പിന്നെ ഞങ്ങൾ നേരെ റിട്ടേൺ പോന്നു.